എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റമില്ല. അത് തിരുവനന്തപുരത്ത് കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരിയിൽ 250 ഏക്കറിലധികം ആ തുറന്ന ജയിലുള്ള ആ സ്ഥലത്ത് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായി നിൽക്കും. കാരണം കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നിഷ്പക്ഷമായി എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര വിദഗ്ധ സംഘം അവിടെ സന്ദർശിച്ച് അതിന് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, എയിംസ് വരാൻ അനുയോജ്യമായ സ്ഥലം കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരിയിലെ ഓപ്പൺ ജയിൽ ഇരിക്കുന്ന ഭാഗത്താണ്. വെറുതെ കിടക്കുക. ഞാൻ പാറശാല നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് ആ സ്ഥലം നിരവധി പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ എയിംസ് തിരുവനന്തപുരത്ത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഞാൻ പാറശാല ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അത് സാധ്യമാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനോട് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കൊണ്ടുവരണം തന്നെയാണ്. അത് തിരുവനന്തപുരത്ത് വരിക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കാരണം തിരുവനന്തപുരത്താണ് അത് വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. മെഡിക്കൽ ഹബ്ബുള്ളത് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണം എന്നുള്ളത് തന്നെയാണ്. അതിന് മാറ്റം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഇല്ല. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി ശക്തമായ സമരം അതിനുവേണ്ടി നടത്തിയിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ഏതൊരു മാറ്റില്ല. എയിംസ് തിരുവനന്തപുരത്ത് വരണം, തലസ്ഥാനത്ത് വരണം എന്ന് തന്നെയാണ്. തലസ്ഥാനത്തിൻ്റെ വികസനം തന്നെയാണ് BJP ലക്ഷ്യമാക്കുന്നത്. മറ്റ് ജില്ലകളെ പോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അത് വലിയൊരു ലക്ഷ്യം BJPക്കുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട്. അത് എയിംസും ഉൾപ്പെടും, പൂവാർ കപ്പൽശാല ഉൾപ്പെടും. നിരവധി ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ട്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രത്യേകിച്ചും യുവാക്കൾ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. പലരും ഫോൺ വഴി ബന്ധപ്പെടുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും യുവാക്കൾ. തിരുവനന്തപുരത്തിൻ്റെ വികസനം വളരെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യം. അതിന് എയിംസും അതിൽപ്പെടും. നാളെ തൊട്ട് ചർച്ച തുടങ്ങി. നാളെ തൊട്ട് BDJS, ശിവസേന, കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ട് ചർച്ച തുടങ്ങുകയാണ്. എന്തായാലും 2 ദിവസത്തിനകത്ത് ആദ്യ പട്ടിക പുറത്തു വരും. പ്രധാന നേതാക്കന്മാരെല്ലാം മത്സര രംഗത്തുണ്ടാവും.